റൊട്ടിക്കൊക്കെ നമുക്ക് 25 രൂപ 40 രൂപയ്ക്കാണ് ഒറ്റ റൊട്ടി. ഇവിടെ നിന്ന് മാറാമെന്ന് വിചാരിക്കുക. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഞാനിന്ന് പട്ടിണിയാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ വന്നത് അബദ്ധമായെന്നോ സംശയം. ഹലോ, KJ ഫർണിച്ചറിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആഗ്രയിലാണ് നടക്കുന്നത്. ആഗ്രയിൽ പിന്നെ ഇന്ന് കുറച്ച് ദിവസം കുറച്ച് താജ്മഹലും അതേപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോ എപ്പിസോഡിൽ നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഓരോ ഇതും ലെങ്ത് കൂടുന്നതനുസരിച്ച് നമ്മൾ ഓരോരോ എപ്പിസോഡുകളായിട്ടായിരിക്കട്ടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അത് ആഗ്ര റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുവശത്തെ കാഴ്ചകളാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഏകദേശം 10:40 ഇനി അങ്ങോട്ട് നമ്മുടെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇങ്ങനെ ഈ ഇതുപോലത്തെ ഇലക്ട്രിക് ഓട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ. നമ്മള് ഹോട്ടലിലേക്ക് ഇനി പോണം. പിന്നെ അവിടെ നിന്ന് ഇതേപോലത്തെ ഇതുപോലുള്ള ഓട്ടോകളിലൊക്കെ ഉണ്ട് നമ്മള് ഇത് ചെയ്യുന്ന കേട്ടോ. 50 റുപ്പീസ്. എന്നിട്ട് ഇവിടെ നമ്മള് ഹോട്ടലിലേക്ക് പോകണം. അപ്പോൾ ഹോട്ടലിലേക്ക് എന്നിട്ട് വേണം പോകണമെങ്കിൽ ഹോട്ടലില് ഇപ്പൊ ഇവിടുന്ന് ഓരോ ഇവിടുത്തെ റൂം ഇവിടെ നാളെ ചെന്നിട്ട് ഇതേപോലെ ഓട്ടോ ഇതിട്ട് നമ്മളിവിടെ ആഗ്രയിൽ ഇപ്പോൾ റൂം എടുത്തു. പിന്നെ ഇതാണ്ട് ഇവിടെ റൂം എടുത്ത്. അപ്പോൾ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ചീപ്പ് റേറ്റ് ആയിട്ടുള്ള റൂമാണ് എടുത്തേക്കണം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകണം ഭക്ഷണം കഴിക്കാനായിട്ട്. ഇവിടെ എവിടെന്നെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിക്കണം റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ കുറച്ച് ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ ആഗ്രയെ കുറിച്ച് ഈ ഏരിയകളിലുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് നേരെ ഇനി മെയിൻ റോഡിലേക്ക് പോകണം. മെയിൻ റോഡിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്യണം. അപ്പോൾ അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ റേറ്റ് എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ റേറ്റൊക്കെ എങ്ങനെയാണെന്നുള്ളത്. ഇനി പോയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം റേറ്റും കാര്യങ്ങളൊക്കെ. ഭക്ഷണം അപ്പോൾ അവിടെ നിന്ന് പാഴ്സൽ മേടിക്കാൻ തന്നെ വിചാരിച്ചത്. കാരണം ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ ഏരിയകളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കലൊക്കെ ഒന്ന് അതിന് വേണ്ടിയിട്ട് നമുക്ക് സമയം ചിലവഴിക്കാനായിട്ട് സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് പാഴ്സൽ മേടിച്ച് വെക്കാനുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ പാഴ്സൽ മേടിക്കാനുള്ള ഇതും കൂടി നമ്മൾ ചെയ്യട്ടെ. അവിടെ നമ്മൾ മേടിക്കുന്നുണ്ട്. വൈകുന്നേരത്തേക്കുള്ള പാഴ്സൽ കൂടി മേടിക്കും. പിന്നെ കുറച്ച് ഭക്ഷണം എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ പറ്റി ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇവിടെ ആഗ്രയിൽ ഇപ്പം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ സൈഡിലൊക്കെ നിങ്ങൾ ഈ സൈഡൊക്കെ നമുക്ക് വേണമെങ്കിൽ ടെൻ്റ് അടിച്ച് കിടക്കണമെങ്കിൽ കിടക്കാം. പക്ഷേ അതൊന്നും നമുക്ക് ആദ്യത്തെ ഒരു വരവായതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ എങ്ങനെയൊക്കെയാണ് ഏരിയകളും കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ അറിയില്ല. അപ്പോൾ അവർക്ക് തന്നെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അവർക്കൊക്കെ കൗതുകം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണുണ്ടേ. ഇതാണ് ഇതൊക്കെ വലിയൊരു ഇതായിട്ടുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള ഹോട്ടൽസാണ് ഈ കാണുന്നത് നിങ്ങൾ. ഇത് നമ്മൾ സാധാരണ ടൂറിസം ഈ താജ്മഹലും അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് മോണ്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ആഗ്രയിലുള്ളതുകൊണ്ട് ടൂറിസത്തിന് നല്ല രീതിയിൽ ഇവിടെ ഇതുണ്ട്. അത്രയധികം ടൂറിസം അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. പറ്റി ഇങ്ങനത്തെ ഓട്ടോകളാണ്. ഈ ഓട്ടോകൾക്കൊക്കെ നമുക്ക് ചെറിയ ക്യാഷേ വരുന്നുള്ളൂ. ഇതിനൊക്കെ ഇവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾക്ക് ഉള്ളിലുള്ള ആൾക്കാർക്ക് പെട്ടിക്കടകളും കാര്യങ്ങളൊക്കെ കാണും. ഇതൊക്കെ ഭയങ്കരമായിട്ടും അവരുടെ ദൈനംദിന ഇപ്പോൾ പാൻ മസാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ അവിടെയൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഇവിടെയൊക്കെ നല്ല സജീവമാണ് അതൊക്കെ.
യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെയധികം കൂടുതലാണ്. അത് ഇവിടെയൊക്കെ തെരുവിൽ കിടക്കുന്ന പിള്ളേരൊക്കെ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് ചെല്ലാന്ന് വിചാരിച്ചാണ്. പേരൊക്കെ ഒന്നും ഇടയ്ക്ക് മേടിക്കുന്നുണ്ടോ? ഒന്നും മേടിക്കുന്നില്ല. ഇനി നമുക്ക് അധികം ഭക്ഷണം ഉള്ള സ്ഥലത്തേക്ക് ആദ്യം പോകണം. എന്നിട്ട് പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലേക്കാണ് ഞാൻ വന്നേക്കുന്നത്. നടുക്കിക്കൂടിയാണ് നടക്കുന്നത്. ഇത് കലാകൃതി എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് ഇവിടെ കാണാൻ പറ്റും. പണ്ടത്തെ നിർമ്മിതിയാണ് കേട്ടോ ഇത് കാണുമ്പോൾ. ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇവിടെ 2-3 റെസ്റ്റോറൻറ്റ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ കയറി ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇതൊക്കെയാണുള്ളത്. ഇവിടെ ഹോട്ടലുണ്ട്. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഒന്ന് കയറി നോക്കാം എന്തൊക്കെയാണ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ വർക്കിംഗ് ആണെന്ന് അറിയില്ല. ജസ്റ്റ് നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. വർക്കിംഗ് ആണെന്ന് നോക്കിയിട്ട് ഭക്ഷണത്തിൻ്റെ സംഭവങ്ങൾ നോക്കട്ടെ. खाना अकेले only person? One person. ആരില്ല. ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല തോന്നുന്നില്ല. മാത്രമേ റേറ്റ് നോക്കി 350 രൂപ 350 രൂപ കണ്ടോട് റേറ്റ് വന്നു. ഗ്രീൻ സാലഡ് നമുക്ക് 80 രൂപയും. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതെ हाँ मैं दिखाऊंगी. ചിക്കൻ കറിക്കൊക്കെ എത്ര രൂപയാണ്? 20 രൂപയൊന്നും എൻ്റെ കയ്യിലില്ല. ഇവിടെ കയറിയത് അബദ്ധമായെന്നാണ് തോന്നുന്നു. റൊട്ടിക്കൊക്കെ നമുക്ക് 25 രൂപ 40 രൂപയ്ക്കാണ് ഒറ്റ റൊട്ടി. എന്താ ഇവിടെ നിന്ന് മാറാമെന്ന് വിചാരിക്കുക. ഇവിടെ ഇനി ഞാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ല. റെസ്റ്റോറൻറ്റിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെയൊക്കെ ഭയങ്കര കത്തിയുണ്ട് സംഭവം. എത്രയാണ് കഴുത്തറപ്പം വില? 800 രൂപയ്ക്കാണ് ചിക്കൻ. കഴുത്തറപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുത്തറപ്പന് അങ്ങേയറ്റം ഉണ്ട് ഇവിടെ. അത് നിങ്ങൾ വീഡിയോ കണ്ടില്ലേ എത്ര രൂപയാണെന്ന് നോക്കിയാൽ അവിടെ സാധനങ്ങൾക്ക് റെസ്റ്റോറൻറ്റുകൾക്ക് വില. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഞാനിന്ന് പട്ടിണിയാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ വന്നത് അബദ്ധമായെന്നോ സംശയം. ചെല്ലുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ ഇതേപോലെ തന്നെയാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ പണിപാളും. ഇപ്പോൾ ചെന്ന് നോക്കാം നമുക്ക് എന്തായാലും. പിന്നെ അങ്ങാട് ഭാഗത്ത് കുറച്ച് റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. അവിടെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയില്ല. അവിടെയും ഇതേപോലെയാണ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വേറെ നിവൃത്തിയില്ല. എന്തെങ്കിലുമൊക്കെ സ്വിഗ്ഗിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഓർഡർ ചെയ്ത് കഴിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ നിവൃത്തി സ്വിഗ്ഗിയൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് പോലും അറിയാൻ പാടില്ല. കാരണം ഇത് ഇത്രയധികം ടൂറിസ്റ്റ് സ്പോട്ടായതുകൊണ്ട് ഇതൊക്കെ അവൈലബിലിറ്റി ഉള്ളൂ എന്നുള്ളത് നോക്കണം. ഇഷ്ടംപോലെ ടൂറിനേഴ്സ് ഫോറിനേഴ്സൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ശരിക്കും ഇവർ പ്രവർത്തിക്കുന്നത് തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട AC റൂംസും കാര്യങ്ങളൊക്കെ റെസ്റ്റോറൻറ്റുകളായിക്കോട്ടെ എന്ത് പോയിക്കോട്ടെ അവർക്കൊക്കെ ഇത്രയധികം എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ്. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഇത്രയധികം ഇതാക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് നമുക്ക് ഇതൊക്കെ അഫോർഡബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ
തീർച്ചയായും അഫോർഡബിൾ അല്ല. കാരണം ഈ ഒരു ഏരിയയിലൊക്കെ വരുമ്പോൾ ഇത് നമ്മൾ ഓട്ടോ ക്യാഷ് വരെ നമുക്ക് 100-100 റുപ്പീസ് അല്ലാതെ അവർ കുറവ് പറയുന്നില്ല. ഇപ്പം ഞാൻ ബാർഗെയിൻ ചെയ്തിട്ടാണ് എന്നെ ഇപ്പം ഈ പറയുന്ന റൂമിലേക്ക് കൊണ്ടുവന്നാക്കിയത്. എനിക്ക് ആകെ എക്സ്പെൻസീവ് അല്ലാതെ ചെറിയൊരു സാധാരണ ഇതൊക്കെ ആയിട്ട് തോന്നിയത് റൂം എടുത്തപ്പോൾ മാത്രമാണ് കേട്ടോ എനിക്ക് ഇത്ര ഇത് തോന്നിയത്. ബാക്കിയെല്ലാം ഇതേ കണക്ക് എക്സ്പെൻസീവ് ആണെന്നാണ് തോന്നുന്നത്. റെസ്റ്റോറൻറ്റുകളൊക്കെ ചെന്ന് ഇനി ഓരോരോ റെസ്റ്റോറൻറ്റിൽ കയറി ചെന്ന് അറിയാൻ പറ്റുള്ളൂ എന്താകുന്നുള്ളൂ. നിരവധിയായിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നിരവധിയായിട്ടുള്ള ബേക്കറി കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻറ്റിൻ്റെ അവൈലബിലിറ്റി വളരെയധികം കുറവാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല എങ്ങനെയല്ലേ. കുരങ്ങന്മാരുടെ കൂടി ഉണ്ട് കേട്ടോ. ഒറ്റക്ക് പെട്ടുപോയി തോന്നുന്നുണ്ട് കേട്ടോ. നിരവധി എന്തൊക്കെ എന്നെ എത്തിയുണ്ട്. ഇത് ചിലപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. റെസ്റ്റോറൻറ്റ് എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ ചീപ്പായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളൊന്നും തന്നെ ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം എല്ലാത്തിനും നല്ല എക്സ്പെൻസീവാണ് കേട്ടോ. ക്യാഷ് നല്ല രീതിയിൽ ഇതാകുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ബുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ബുക്ക് ചെയ്യാൻ എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ സ്വിഗ്ഗിയിൽ എന്തെങ്കിലും ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് നോക്കാമെന്നാണ് തോന്നുന്നത്. എന്തായാലും അവിടം വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഒരു ടാക്സി ഞാൻ ആലോചിക്കണത് ഇത്രത്തെ എക്സ്പെൻസീവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതേപോലെ വരുന്ന സഞ്ചാരികൾ എങ്ങനെയായിരിക്കും ഇവിടെ ഭക്ഷണം കഴിക്കാമെന്ന് ആലോചിച്ച് നോക്കി. നമ്മളെപ്പോലുള്ള സഞ്ചാരികൾക്ക് എങ്ങനെയായിരിക്കും ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുക? ഒരു ചായ മേടിച്ച് കുടിക്കണമെങ്കിൽ കൂടിയും ഒരു 10-25 രൂപ അല്ലെങ്കിൽ 50 രൂപ കൊടുക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെ വരുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ് നമുക്ക്. ഇവിടെ സൗത്ത് ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കാണിക്കുന്നുണ്ട്. എത്രയും അവിടെ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. സൗത്ത് ഇന്ത്യൻ കിട്ടുമെന്നുണ്ടാകും നോക്കട്ടെ. കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇവർ കുതിരവണ്ടി നോക്കി ഇത് സ്ഥിരം കാഴ്ച കാണട്ടോ ഇവിടുത്തെ. മെയിനായിട്ട് ഇതേപോലുള്ള പബ്ലിക് ഓട്ടോ ട്രാൻസ്പോർട്ടേഷനാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. ഇവിടെ ചോദിച്ചു നോക്കാം ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. കഴിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. ഇവിടെ നിന്ന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാകും നോക്കട്ടെ. ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഒരുപാട് സംഭവമാണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിനും മാഗി, ചൈനീസ് ഐറ്റംസ് ഉണ്ട്, തന്തൂരി വെജ്, ദാൽ ഫ്രൈ ഒക്കെ. സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ. പ്ലെയിൻ ദോശക്കൊക്കെ 100 രൂപ, മസാല ദോശയ്ക്ക് 130 രൂപ. വെജ് ബിരിയാണിക്ക് 200 രൂപ കേട്ടോ. വെജ് ബിരിയാണി ഓർഡർ ചെയ്ത് വേറെ ഒന്നുമില്ല. വേറെ എക്സ്പെൻസീവ് 200 രൂപയാണ്. അതിന് കുഴപ്പമില്ല.
ഇപ്പോൾ കാര്യമായിട്ട് പറഞ്ഞ പാഴ്സലും ഞാൻ മേടിച്ചു. പാഴ്സലും പറഞ്ഞിട്ടുണ്ട് 200 രൂപ ഉണ്ട് കാശ് ഇവിടെയൊക്കെ. വരുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക, നല്ല എക്സ്പെൻസീവ് ആണ് എല്ലാത്തിനും, നല്ല എക്സ്പെൻസീവാണ്. എഗ് കറിക്ക് 180 രൂപ നോക്കി, എഗ് കറി 180 രൂപ, എഗ് പൊറോട്ട നോക്കി 110 രൂപ, എഗ് ബിരിയാണി 200 രൂപ. എഗ് ബിരിയാണി ഞാൻ പാഴ്സല് മേടിച്ചു കേട്ടോ. വെജ് ബിരിയാണി ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അതേ നടക്കത്തുള്ളൂ. ചിക്കൻ ബിരിയാണിയൊക്കെ നോക്കി, ചിക്കൻ ബിരിയാണിയൊക്കെ 350 രൂപ. ആഗ്ര ഈസ് ടു എക്സ്പെൻസീവ് ഗൈസ്. വെജ് ബിരിയാണിയാണ്, വെജ് ബിരിയാണിയാണ് പറയണം ഓർഡർ ചെയ്തേക്കുന്നത്. കുറച്ച് സലാഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ചിപ്സും കാര്യങ്ങളും. പിന്നെ ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ട് കഴിക്കണം. അപ്പോൾ ഗൈസ് ഞാൻ ഇറങ്ങിയിട്ടാ, ഫുഡ് കഴിച്ച് ഇറങ്ങി. ഇനിയിപ്പോൾ 200 രൂപയാണ് അവിടെ. വെജ് ബിരിയാണിക്ക് 200 രൂപയാണ്. പിന്നെ അത് മാത്രമല്ല എഗ് ബിരിയാണിക്കും സെയിം റേറ്റ് തന്നെയാണ്, 200 രൂപ തന്നെയാണ് ഇരുന്നത്. എക്സ്പെൻസീവ് ആണ് ഗൈസ്. കാരണം വെച്ചാൽ നമുക്ക് വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഇത്രയും ദൂരം വന്നിട്ട് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ ആകെ ആവശ്യമായി പോകും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ത് ചെയ്യാൻ പറ്റും, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ ഇത്ര എക്സ്പെൻസീവ് ആകണത് വളരെയധികം ഇതാണ് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ പറയുന്നത്. ഞാനത് കാരണം പാഴ്സലും മേടിച്ചു. പാഴ്സൽ എഗ് ബിരിയാണി പറഞ്ഞപ്പോൾ ഒരു വൈകുന്നേരത്തേക്ക് ഇനി ഇതിന് വേണ്ടിയിട്ട് വരണ്ടല്ലാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പാഴ്സൽ മേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഇനി നേരെ ഞാൻ ഇനി റൂമിലേക്ക് പോകണം കുറച്ച്. പിന്നെ അടുത്ത ദിവസങ്ങൾ, അതായത് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ താജ്മഹൽ അങ്ങനത്തെ എല്ലാ ഏരിയകളിലും ഇവിടുത്തെ എല്ലാ ഏരിയയും കവർ ചെയ്യണം. അവിടെയും ഫുഡ് ഇഷ്യൂ എന്ന് പറയുന്നത്, ഫുഡിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ നിന്ന് ഞാനിപ്പോൾ റൂം എടുത്തേക്കുന്ന സ്ഥലത്തുനിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നാളെ ഫുള്ള് എക്സ്പെൻസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത് ഫുള്ള് നടത്താമായിരിക്കുള്ളൂ. ഇപ്പോൾ അതെല്ലാം സ്ട്രീറ്റിലൂടെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതുണ്ടോ ഡോഗ്സ് ഇഷ്ടം പോലെ ഉണ്ടോ, ഒരു ഇതില്ല അറിയണ്ട കുഞ്ഞുങ്ങൾ കുറേ എണ്ണങ്ങൾ അവിടെ ഇവിടെ നിന്നൊക്കെ ആയിട്ട്. അതായത് ഇവർക്കും ടെറിട്ടറി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് കുഞ്ഞുങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴൊക്കെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിൻ്റെ അകത്തൊന്ന് തല്ലി പിടിക്കുക, അതുകൊണ്ട് അപ്പുറത്തും നിന്ന് തല്ലി പിടിക്കുക. എൻ്റെ നേർക്ക് ഓടി വന്നു. ഇപ്പോൾ എന്താന്ന് നോക്കി, പെൺപട്ടികളാണെന്നോ കൂടുതൽ ഇവിടെ ഏരിയയിൽ. അപ്പോൾ ഗൈസ് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ആഗ്രയിൽ ചെന്നിട്ട് ഫസ്റ്റ് ഡേ സ്പെൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. കാരണം ആ സമയത്തൊന്നും ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെന്നിട്ട് ഫുഡ് കഴിക്കണം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഫുഡ് കഴിക്കുക, എൻ്റെ അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, അതൊക്കെയായിരുന്നു മെയിനായിട്ട് വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ, അതായത് താജ്മഹലും അങ്ങനത്തെയുള്ള ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മുടെ അടുത്ത എപ്പിസോഡുകൾ നിങ്ങളിലേക്ക് എത്തിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വൈകിട്ട് എല്ലാവർക്കും ബൈ ബൈ.